ക്വസ്റ്റ്യൻ നമ്പർ 19. 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ചോദിച്ചിരിക്കുന്നത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. എ പ്ലാനറ്റ് ഈസ് റിവോൾവിംഗ് അറൌണ്ട് എ മാസീവ് സ്റ്റാർ in a circular orbit of radius r with a period of revolution t. If the force of attraction between the planet and star is proportional to r raised to minus 3/2. അതായത് ഫോഴ്സ് പ്രപ്പോർഷണൽ ടു ആർ റേസ് ടു മൈനസ് 3/2 ആണ് തന്നിട്ടുണ്ട്. നമുക്കറിയാം, അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് ഇസിക്കൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. ഇവിടെ പ്രപ്പോർഷണാലിറ്റി ആർ റേസ് ടു മൈനസ് 3/2 ആയിട്ടാണ്. സോ ഞാൻ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതുകയാണ്. എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ഡിവൈഡഡ് ബൈ ആർ റേസ് ടു 3/2 എന്ന് എഴുതാം. പ്രപ്പോർഷണൽ ടു ആർ റേസ് ടു മൈനസ് 3/2 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡിനോമിനേറ്റർ നമ്മൾ അങ്ങനെ എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം, ഒരു ലൈറ്റ് പ്ലാനറ്റ് ഒരു മാസീവ് പ്ലാനറ്റിന് ചുറ്റും കറങ്ങുവാന്നാണ് പറയുന്നത്. ഇങ്ങനൊരു മാസീവ് സ്റ്റാറിന് ചുറ്റും ഒരു ലൈറ്റ് പ്ലാനറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അവന്റെ മാസ് എം ആണ് എടുത്തത്. അപ്പോൾ ഒബ്വിയസ്ലി ഇവർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതിനെ നമുക്ക് സെൻട്രിപീറ്റൽ ഫോഴ്സ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ ദിസ് ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആരായിട്ട് ആക്ട് ചെയ്യണം? സെൻട്രിപീറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യണം. അവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു സെൻട്രിപീറ്റൽ ഫോഴ്സ്. സോ ഇക്വേഷൻ എനിക്ക് എഴുതാം. ജി എം എം divided by r raised to 3/2 which is equal to centripetal force കാണാൻ mr omega square mv square by r അല്ലെങ്കിൽ mr omega square. ഇനി എന്തുകൊണ്ട് ആ സെൻട്രിപീറ്റൽ ഫോഴ്സിനെ പറ്റി പോയി അല്ലെങ്കിൽ mv square by r അല്ലെങ്കിൽ mr omega squareലേക്കൊക്കെ എത്തിയെന്ന് ചോദിച്ചാൽ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ, അതായത് ടൈം പീരീഡും റേഡിയസും കൂടെ ഉള്ള റിലേഷൻ ആവേണ്ടത്. ക്വസ്റ്റിനകത്ത് നോക്കിയാൽ അറിയാം, ഒമേഗ എന്ന് പറയുന്നൊരു ടേം അവിടെ ഉണ്ട്. അപ്പോൾ ഒമേഗനെ 2π/t എന്ന് എഴുതാം. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ക്ലിയർ? സോ ഇവിടുന്ന് ഒരു എമ്മും എനിക്ക് കട്ട് ചെയ്ത് കളയാം. ഈ ആറിനെ താഴോട്ട് ഇങ്ങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജി എം ബൈ ആർ റേസ് ടു 3/2 ഇൻറ്റു ആർ റേസ് ടു 1 എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എ റേസ് ടു എം പ്ലസ് എൻ ഫോമാറ്റിൽ വന്നു. സോ 3/2 എത്ര വരും? ആർ റേസ് ടു 5/2 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ആണ്. സോ ജി എം, സോ എനിക്ക് ഇവിടുന്ന് ഡയറക്ട്ലി അങ്ങ് എഴുതാമല്ലോ. ഒമേഗ സ്ക്വയർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു, ജി എം കോൺസ്റ്റന്റ് ആണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ റേസ് ടു 5/2. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ആണ്. സോ 2π/t ദി ഹോൾ സ്ക്വയർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആർ റേസ് ടു 5/2. നമുക്ക് ഡയറക്റ്റ് ഇതിനെ അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ മതി. ഡയറക്റ്റ് ഇക്വേറ്റ് ചെയ്യുമ്പം ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു ആർ റേസ് ടു 5/2. കാര്യം ഇവിടെ ടി ഡിനോമിനേറ്ററിലാണ്. സോ ടി സ്ക്വയർ വരും, ഇവനും ഡിനോമിനേറ്ററിലാണ്. സോ ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു ആർ റേസ് ടു 5/2 എന്ന് കിട്ടും. ഓപ്ഷൻ ഏതാണ്? ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു ആർ റേസ് ടു 5/2, ഓപ്ഷൻ 1 എടുക്കാം. ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.